എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, മാർച്ച് 21 തിയേറ്ററിലെത്തുന്ന തിരുത്ത് എന്ന ഒരു സിനിമ. ആ സിനിമ എൻ്റെ സംവിധായകനാണ് ഞാൻ. എൻ്റെ കൂടെയുള്ളത് അതിനകത്ത് മുഖ്യ കഥാപാത്രം ചെയ്ത അനന്ത് സാജാണ്. എൻ്റെ പേര് ജോഷി വെളുപ്പില. അപ്പോൾ ഈ സിനിമ വളരെ സാമൂഹിക പ്രസക്തമുള്ള ഒരു സിനിമയാണ്. അതുമാത്രമല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒന്നിച്ച് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റാവുന്ന മനോഹരമായ ഒരു സിനിമ തന്നെയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇരിട്ടിക്കടുത്ത് പടിയൂർ എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് മാത്രമല്ല, ആ കൊച്ചു ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഈ സിനിമയിലുള്ളത്. നമ്മുടെ പടിയൂരുകാരനായ രാജ്യസഭാ MP സന്തോഷ് കുമാറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ഇടവക സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പടിയൂർ, ആ പള്ളിയിലെ ഇടവക വികാരിയായിരുന്ന ഫാദർ ഏഷ്യാനാനക്കല്ല് അച്ഛനും, അതുപോലെ നമ്മുടെ ആ സമൂഹത്തിൽ ഉള്ള അവിടെ നാട്ടിലുള്ള ഒരു ഡോക്ടർ, പിന്നെ IT പ്രൊഫഷണലായ ഒരു ശ്രീരേഖ അനിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അവർ ഈ സിനിമയിൽ അഭിനയിക്കുന്നു. അതുപോലെ തന്നെ ആ നാട്ടിലുള്ള വ്യവസായികളായിക്കോട്ടെ, പിന്നെ തൊഴിലാളികളായിക്കോട്ടെ, കർഷക തൊഴിലാളികളായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, അങ്ങനെ ആ നാട്ടിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവര് നല്ല ശക്തമായ കഥാപാത്രങ്ങളെ അവതരിക്കുന്ന ഒരു സിനിമ ആണ്. നിങ്ങൾക്കത് സ്ക്രീനിൽ നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ എല്ലാ മനുഷ്യനും ഒരു കലാകാരനുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു നാട്ടിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് എന്ന് നമുക്ക് വിളിച്ചോതാൻ പറ്റാവുന്ന ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുക. ഇതിനകത്ത് നമ്മൾ സാധാരണ ഒരു സിനിമ എന്ന് പറയുന്ന പോലെ അല്ല, നിങ്ങൾക്ക് ഈ സിനിമയിൽ ശക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. അതുപോലെ മനോഹരമായ പാട്ടുകളും നമ്മുടെ ഗ്രാമത്തിന്റെ ഭംഗി മുഴുവൻ ഉൾപ്പെടുത്തി ദൃശ്യഭംഗിയും മനോഹരമായ രണ്ട് പാട്ടുകൾ, അതുപോലെ നർമ്മ മുഹൂർത്തങ്ങൾ, ചിന്തിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. നമ്മൾ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നമ്മളെല്ലാം സാധാരണക്കാരായതുകൊണ്ടൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനാണ്, പഴയ ഒരു നാടകനടനാണ്, വോളിബോൾ താരമാണ് അദ്ദേഹം. വോളിബോളൊക്കെ കളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മുന്നോട്ടെ പരിചയമുണ്ട്. അപ്പോൾ പുള്ളിക്കാരനോട്, സന്തോഷ് സാറിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, ഇതിനകത്ത് ഇങ്ങനെ മുഖ്യമായ ഒരു കഥാപാത്രം സാറ് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പം കഥ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആ കഥ പറഞ്ഞപ്പോൾ അതിൻ്റെ കഥയുടെ മൂല്യം മനസ്സിലായതുകൊണ്ടാകും സന്തോഷത്തോടുകൂടി ഞങ്ങളോട് സഹകരിക്കുവാനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ വേഷം ഭംഗിയായി ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ ഈ പള്ളിയിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അച്ഛനോട് അനുവാദം ചോദിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് അച്ഛൻ അനുവാദമൊക്കെ തന്നു കഴിഞ്ഞ് അതിനോട് ഞാൻ ചോദിച്ചു, ഇതിനകത്തുള്ള ആ ഇടവക വികാരി അച്ഛൻ തന്നെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കലാകാരനാണ്, മനോഹരമായിട്ട് പാട്ടുകളൊക്കെ പാടുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ മതിയോ എന്ന് ഒരു മടിയോടെ ചോദിച്ചു, ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അച്ഛൻ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അച്ഛൻ അത് ഏറ്റെടുക്കുകയും ആ ഇടവക്കാരെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട സീനുകളും ഞങ്ങളാ പിന്നെ ഒരു പള്ളിയിലെ സീനുകളും ആ ഇടവക്കാരെ, ആ സമൂഹത്തെ മുഴുവൻ ഉൾപ്പെടുത്തി ചെയ്യേണ്ട എല്ലാ സീനുകളും അച്ഛൻ്റെ നേതൃത്വത്തിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് ചെയ്തു തരികയും ഞങ്ങളുടെ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അച്ഛൻ. അപ്പം അച്ഛനും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും തന്നെ എല്ലാവരും തന്നെ നമ്മുടെ ഈ സിനിമയോട് സഹകരിച്ച് എല്ലാവരുടെയും നല്ലൊരു സഹകരണം കൊണ്ടാണ് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ സിനിമ ചെയ്തു തീർത്തു. അത് ഞങ്ങളുടെ ഒരു നാടിന്റെ വലിയൊരു സഹകരണം കൊണ്ട് മാത്രം സാധിച്ചാണ്. മേലെത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ജോഷേട്ടന്റെ കരാട്ടെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോ പരിചയം വെച്ച് ജോഷേട്ടൻ എന്നോട് ചോദിച്ചു, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോ വരുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല എന്നിട്ട് വന്നു. അങ്ങനെ ഇതൊരു ഇതാണ്.